മമ്മൂട്ടി കമ്പനിയിൽ അടുത്തതായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന മൂവിയാണല്ലോ കളങ്കാവൽ. സിനിമയെക്കുറിച്ച് ഒട്ടനവധി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജിതിൻ കെ ജോസ് ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. ഇന്നലെ ഒരു പുത്തൻ അപ്ഡേറ്റ് കേരള കൗമുദി പുറത്തുവിട്ടിരിക്കുന്നു. ചിത്രത്തിൽ മമ്മൂക്കയ്ക്ക് 21 നായികമാരുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ 21 കഥാപാത്രങ്ങൾക്ക് എത്രത്തോളം സ്ക്രീൻ ടൈം ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം സ്ത്രീ കഥാപാത്രങ്ങളെ ചിത്രത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയോടൊപ്പം വിനായകനും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട്. വില്ലനായിട്ട് മമ്മൂക്ക എത്തുമ്പോൾ മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ് തന്നെയായിരിക്കും സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വില്ലൻ കഥാപാത്രത്തെ മമ്മൂക്ക സ്വീകരിക്കില്ല. മികച്ച എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാനുണ്ടെങ്കിൽ മാത്രമേ മമ്മൂക്ക ഒരു വില്ലൻ കഥാപാത്രം സ്വീകരിക്കുകയുള്ളൂ. ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തോളം റേഞ്ചുള്ള ഒരു കഥാപാത്രം തന്നെ ആയിരിക്കണമെന്നാണ് ആരാധകർ ഈ ഒരു കളങ്കാവൽ എന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിൽ പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ റിലീസ് കാര്യങ്ങളെല്ലാം ചാർട്ട് ചെയ്ത് വരികയാണ്. മെയ് 22-ാം തീയതി സിനിമ തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറക്കാരുടെ നീക്കം. എന്നാൽ ആ ഒരു ഡേറ്റിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഡിസ്കഷൻ കാര്യങ്ങളെല്ലാമാണ് നടന്നു വരുന്നത്. മെയ് 22 എന്നുള്ളത് മെയ് 16 ആക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. മെയ് 22 എന്ന് പറയുമ്പോൾ സ്കൂൾ തുറക്കാൻ പിന്നീട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് ആശങ്ക. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു വരുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് നമുക്കും താല്പര്യം മെയ് 16 തന്നെയാണ്. മെയ് 16 എന്നുള്ളത് ഒരു മികച്ച ഒരു റിലീസ് ഡേറ്റ് തന്നെയാണ്. പക്ഷേ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നെങ്കിൽ മാത്രമേ മെയ് 16 എന്ന ഒരു ഡേറ്റിൽ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സൈനൈഡ് മോഹനന്റെ കഥയാണ് ചിത്രം പറയുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ്. മമ്മൂക്ക ചിത്രത്തിൽ മലയാളവും തമിഴും കൂടെ കലർത്തിയിട്ടുള്ള ഒരു ഭാഷയാണ് ചിത്രത്തിൽ സംസാരിക്കുക. മമ്മൂക്കയോടൊപ്പം വിനായകനും ചിത്രത്തിൽ ഏറെ കയ്യടി നേടാനുള്ള സാധ്യതയുണ്ട്. മെയ് 16 ആണോ മെയ് 22 ആണോ റിലീസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.